ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് ബാംഗ്ലൂർ ഡേ 2ൻ്റെ വിശേഷങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ്. ബാംഗ്ലൂർ പോയി വന്നിട്ട് കുറച്ച് ഡേയ്സ് ആയെങ്കിലും എനിക്ക് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ. ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറേ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഫോട്ടോ എഡിറ്റിനിടെ ഒക്കെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ സിസ്റ്റർ വീഡിയോയിൽ എത്തി നോക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ബൊക്കെയൊക്കെ വാങ്ങി തന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ബുക്സ്. പക്ഷെ എനിക്ക് ബൊക്കെ വാങ്ങാൻ പറ്റിയില്ല. നമ്മൾ കാറിൽ പോയോണ്ടിരിക്കുമ്പോഴാണ്, സൈഡിലാണ് കണ്ടത്. അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അപ്പോൾ നല്ല അടിപൊളി വ്യൂസും പ്ലാന്റ്സും പിന്നെ അതുപോലെ നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ അവിടുത്തെ ഓരോ വിശേഷങ്ങളും ക്ലിപ്സും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പകർത്തിയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഞങ്ങൾ അവിടെ മാത്രം കുറേ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു, കാരണം അത്രയും രസമുണ്ടായിരുന്നു. നല്ല പീസ്ഫുൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു. A long time, Bangalore to Mysore, Mysore to Bangalore in communication, pigeon communication. The pigeon sent to learn the first post office in the garden, the first post office. In olden days, no mobile, no email, pigeon carried the letter. Here to Mysore, Mysore to Bangalore. പിന്നെ അവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുത്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ ഇതുപോലെ ടൂർ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഫാമിലി ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ ഫാമിലി ആയിട്ട് ടൂർ പോകുമ്പോൾ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കലുണ്ടോ എന്ന് കോമെൻസിൽ പറയണം. പിന്നെ അവിടുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ വഴിയിൽ ലിച്ചി കണ്ടപ്പോൾ ഞങ്ങൾ അത് വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ജ്യൂസി ആയിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ജയനഗർ ഫോർട്ട് ബ്ലോക്കിലാണ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ലഞ്ച് കഴിക്കാനാണ് പോയത്. മേഘന ഫുഡ്സ് എന്ന് അവരെ ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ദിവസത്തെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് ഇനിയാണ് വരാൻ പോകുന്നത്. ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട് എന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ ഐറ്റനറിയിൽ ആഡ് ചെയ്തതായിരുന്നു ഐക്യ. അപ്പോൾ അതുപോലെ ഐക്യയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഐക്യ വിശേഷങ്ങൾ വേഗം കാണാം കേട്ടോ. ഞാൻ ഐക്യന്ന് കുറച്ച് പ്രൊഡക്ട്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിങ് ആൻഡ് ഹോൾ വീഡിയോ വൈകാതെ ചാനൽ ഞാൻ പോസ്റ്റ് ചെയ്യും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. റിയാദിലാകുമ്പോൾ ഐക്യ പോയി എപ്പോഴും ഷോപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ പിന്നെ ബാംഗ്ലൂരും ഹൈദരാബാദ് മാത്രമാണുള്ളത്. അപ്പം നമ്മൾ എന്തായാലും ബാംഗ്ലൂർ പോകുമ്പോൾ ഐക്യ ഒരു മസ്റ്റ് ഹാവ് സ്പോട്ടാവുമല്ലോ. നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്തായാലും വൈകാതെ വരും. ഐക്യത്തെ ഏറ്റവും നൊസ്റ്റാൾജിക് അല്ലെങ്കിൽ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പെൻസിലും ഒരു സ്കെയിലും പിന്നെ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റും കിട്ടും. പ്രാവശ്യം പിന്നെ ജേർണൽ ചെയ്യുമ്പോൾ അതിൽ വെക്കാമെന്നും കൂടി വിചാരിച്ചു.
നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് അവിടുത്തെ ഫുഡ്. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ട്രോളിയൊക്കെ എടുത്ത് പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ക്യൂ നിന്നിട്ട് വേണം ഫുഡ് ഓർഡർ ചെയ്യാൻ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം. നമ്മൾ അവിടുന്ന് മീറ്റ് ബോൾസ് ട്രൈ ചെയ്തിരുന്നു, ബ്രോക്കലി സൂപ്പ് ട്രൈ ചെയ്തിരുന്നു, പറാത്ത, റൈസ്, ചിക്കൻ ടിക്ക, അങ്ങനെ ഞങ്ങൾ ഡിഫറെൻറ്റ് ഫുഡ് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. എല്ലാ ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബീവറേജസ് 2 ഓപ്ഷൻ ഉണ്ട്, കോൾഡ് ഓർ ഹോട്ട്. നമ്മൾ കോൾഡാണ് ചൂസ് ചെയ്തത്. ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് ഡ്രിങ്ക് അവൈലബിൾ ആയിരുന്നു. റാസ്ബെറി, ലിച്ചി, കോള, ഒരുപാടുണ്ടായിരുന്നു. ഓർമ്മ കിട്ടുന്നില്ല അത്രക്ക്. ഒരു 6 to 7 ഫ്ലേവേഴ്സ് അവൈലബിൾ ആയിരുന്നു. നിങ്ങൾക്ക് ഈ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും, ആദ്യം ബാസ്ക്കറ്റ് ആയിരുന്നു എടുത്തിരുന്നത്, ഇപ്പോൾ ട്രോളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് പോകുന്നത്. ഫസ്റ്റ് ടൈം IK വിസിറ്റ് ചെയ്യുന്നവർക്ക് ഇത്ര എമൗണ്ടിൻ്റെ മേലെ പർച്ചേസ് ചെയ്താൽ ഒരു ഫ്രീ ബാഗൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്കതൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയത്. ഫൈനലി റൂമിലെത്തി ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം TV ഒക്കെ കണ്ടു. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും റാഫ്റ്റർ സീരീസിൻ്റെ ഫാനാണോ പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ.